നമ്മളങ്ങനെ ഖത്തർ നാഷണൽ മ്യൂസിയം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഈ മ്യൂസിയത്തിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അവരെ സംസ്കാരത്തിൻ്റെയും അവർ ജീവിച്ച് വന്ന എന്താണ് പറയുക, അവർ പിന്നിട്ട വഴികളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങാണ്. ഒരേ പാറ്റേണിലുള്ള ഒരുപാട് ബിൽഡിങ്. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കൂല, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ഒഫീഷ്യലായിട്ട് പറയാൻ അറിയില്ല. നമ്മൾ കാണുമ്പം എന്താണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ അവിടെ അതിൻ്റെ എന്താണ് പറയുക, അതെന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ സൂചനകൾ ഒരുപാടായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഡിജിറ്റൽ ഫ്രെയിംസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കും അതുപോലെ ഖത്തർ ഐ ഡി ഉള്ളവർക്കും ഫ്രീ എൻട്രിയാണ്. എനിക്ക് ഖത്തർ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് 50 റിയാലാണെന്ന് തോന്നുന്നു. 50 റിയാലാണ്. ബിൽഡിങ്ങിൻ്റെ മുക്കം മൂലം ഇവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാളാണ് കേട്ടോ. പ്രൊജക്ടർ വെച്ചിട്ട് വീഡിയോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വാളാണ്. ഇവിടെ കാണുന്ന ഈ ജീവികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഈ ഒരു ഡിജിറ്റൽ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇവിടെ അതേത് ഫാമിലിയിൽ പെട്ടതാണെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ അവർ യൂസ് ചെയ്തിട്ട് ഉള്ള പാത്രങ്ങളൊക്കെയാണ്. പൊട്ടിയ പാത്രങ്ങൾ, കഷ്ണങ്ങൾ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വരച്ചു കൊടുക്കുന്ന ആ ഒരു പാറ്റേണിലുള്ള സ്റ്റോൺസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. ഈ പാത്രങ്ങളുണ്ട്, 3 പാത്രങ്ങൾ. ഇത് എന്താ പറയുക, അവർക്ക് കിട്ടിയ പീസസ് യൂസ് ചെയ്ത് അവർ മറ്റേ പസിൽസ് ചേർത്ത് വെക്കൂലേ, അതുപോലെ ചേർത്ത് വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തെടുത്തതാ. അത് പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ എന്തിനെ കൊണ്ടോ റീക്രിയേറ്റ് ചെയ്തെടുത്തതാ കേട്ടോ, ഒറിജിനൽ അല്ല അത്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ബാക്കി ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷേങ്കിൽ നേരത്തെ കാണിച്ചത് ഒറിജിനൽ അല്ല, നമുക്ക് മനസ്സിലാവും അത് വേറെന്തോ മെറ്റീരിയലാണ്. ഇവിടെ എങ്ങനെയുള്ളത് കൂടാണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ പ്ലേ ഏരിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിംസും കൂടിയുണ്ട്. ഈ ഒരു ഭാഗം മുഴുവൻ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്, ജ്വല്ലറീസ്, ക്രൗൺസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ കുറേ പേഴ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്.
ഇതൊക്കെ പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറീസും നെക്ക് പീസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇതെല്ലാം പല ഷേപ്പിലുള്ള വലുപ്പത്തിലുള്ള പേഴ്സാണ് കേട്ടോ. ഇനി കുറേ വെപ്പൺസും ഇങ്ങനെയുള്ള എന്താ പറയുക കുറേ കാര്യങ്ങൾ. തയ്യൽ മെഷീൻ കണ്ടു ഞാനിവിടെ. പണ്ടത്തെ ഫോണ്, ഞാനും പറങ്കുടീൻ്റെ മേലെ കുറേ കളിച്ച്. ഇനി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് തൊടാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ എങ്കിൽ വീഡിയോ അങ്ങനെയല്ല. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കുട്ടികളെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച ഇതൊന്നും തൊട്ടുകൂടാണ്. പക്ഷെ അവർ വന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് നോക്കിക്കോന്നു. അത് കഴിഞ്ഞ് പുറത്ത് ഇതുപോലൊരു ഗുഹ പോലൊരു സംഭവമുണ്ട്. പിന്നെ ആ ഗുഹേൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്താ പറയുക, കുറച്ച് വവ്വാല് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച്. പിന്നെ ഇതാ ഒരു കപ്പലാണോ ഇത്, ബോട്ടോ കപ്പലായിരിക്കും അല്ലേ, അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാമാണ് മ്യൂസിയത്തിൽ പോയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ ബൈ.